ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച എല്ലാ ഫാദർമാർക്കും എൻ്റെ ഹാപ്പി ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. ഇതെൻ്റെ പപ്പയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പം ഞായറാഴ്ച രാവിലെ പപ്പയും അമ്മയും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന്, അമ്മയ്ക്ക് കാല് വയ്യാതിരുന്നത് കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അമ്മ വീട്ടിലൊന്നും വരാതിരുന്ന് 1 മാസം അടുപ്പിച്ചായി. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പം അമ്മയും പപ്പയും ഒക്കെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവർക്കിന്ന് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് മോനെ വിട്ട് ചിക്കനൊക്കെ മേടിപ്പിച്ച് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അവിടെ ഞാൻ വെച്ച്, എന്നിട്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ വേണം. അപ്പോൾ ഞാൻ കവറിൽ നിന്ന് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുക്കണം. അപ്പോൾ തക്കാളി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. പച്ചക്കറിയുടെ കിറ്റ് ഇടയ്ക്ക് 2 ദിവസം മുമ്പ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പം തക്കാളി എടുത്ത് നമുക്ക് ആവശ്യത്തിന്, ഇഞ്ചി എടുത്ത്, പച്ചമുളക് എടുത്ത്. അപ്പോൾ പച്ചമുളക് കുറവായിരുന്നു കേട്ടോ കൂട്ടുകാരെ. സാരമില്ല, നമുക്കുള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം വേണമെന്നുള്ള അങ്ങനത്തെ ഒരു തീരുമാനമൊന്നും എനിക്കില്ല കേട്ടോ. ഉള്ളത് വെച്ച് നമുക്ക് അടിപൊളിയാക്കി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അത് ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ച്, ഇനി നമുക്ക് സവാള ആവശ്യമുണ്ട്. നമ്മുടെ ചോറിന് ഉള്ളി ഒന്നും ബ്രൗൺ ആക്കിയെടുക്കാനും ചിക്കൻ കറിക്കും തൈരിനൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായ കുറച്ച് സവാള ഞാൻ എടുത്ത് നമ്മുടെ ചിക്കനും എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ചിക്കനിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി നമ്മളുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തേനെ കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ ഇതൊക്കെ വെക്കും, വെജിറ്റബിൾ എല്ലാം വെച്ചതിന് ശേഷം അരി വന്ന് നോക്കിയാണ്. 1 കിലോ അരിയും പപ്പടവും നമ്മളുടെ പെരിഞ്ചീരകം ഇതൊക്കെ വാങ്ങിക്കാനാണ് മോൻ്റെ പറഞ്ഞിരുന്നത്. തൈരൊക്കെ പക്ഷേ എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ച്, ഇതിന് നമുക്ക് ചോറ് വെക്കണ്ടേ. അപ്പോൾ നമുക്ക് 1 കിലോ അരിയുടെ ചോറാണ് നമ്മൾ വെക്കണത്. ചിക്കൻ ബിരിയാണി ദം ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ചരുവം എടുത്ത്, ചരുവമൊക്കെ ഞാൻ കഴുകി ഒരു സൈഡിലും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പൊടിയൊക്കെ ഇല്ലേ, അപ്പോൾ ഒന്ന് കഴുകി ഒന്നും കൂടെ വൃത്തിയാക്കി ചരുവവും അടപ്പും ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അരി അളക്കണമല്ലോ നമ്മുടെ ചോറിന് ആവശ്യമുള്ളത്. അങ്ങനെ അരി അളന്ന് ഒരു പാത്രത്തിൽ തട്ടി. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി വെക്കണത് നമ്മുടെ കലത്തിലാണ് കേട്ടോ. കലത്തിൽ ബിരിയാണി വെച്ചിട്ട് നമുക്ക് ചരുവത്തിൽ നമുക്കിട്ട് ദം ചെയ്തെടുത്താൽ മതിയല്ലേ. അപ്പോൾ വടിച്ചൊന്നുമല്ല കൂട്ടുകാരെ എടുക്കണത്, ചോറ് വറ്റിച്ചാണ് തന്നെ കേട്ടോ കലത്തിൽ എടുക്കണത്. അപ്പോൾ വെള്ളം വെച്ചിട്ട് നമുക്ക് ചോറിനാവശ്യമായ പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ നമുക്ക് ഇടണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഏലക്ക കുറവായിരുന്നു കേട്ടോ. ഉള്ള ഏലക്ക ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഏലക്ക വേറെ ഇരിപ്പുണ്ട്, അത് ഞാൻ പിന്നെ അത് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതവിടെ കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് വെള്ളം ഒന്ന് തിളക്കിട്ടു. ആ നേരം കൊണ്ട് സവാളയും ഉള്ളിയും ഒക്കെ നമുക്ക് സവാള ഉള്ളി വെളുത്തുള്ളിയാണ് പറഞ്ഞ കേട്ടോ കൂട്ടുകാരെ. എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ആ സമയം കൊണ്ട് മോന് ഞായറാഴ്ചയല്ലേ സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോവേണം. കുറച്ച് ദിവസമായിട്ട് സ്വിഗ്ഗി ഓടാൻ പോവാതെ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ ബനി എടുക്കാൻ മറന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ബനി എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പോയി ബനിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കൊടുത്ത്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു രഹസ്യം പറയട്ടാന്ന് ചോദിച്ചിട്ട് കോളേജിലെ ചെറിയൊരു രഹസ്യമൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ബനിയനൊക്കെ ഇട്ട് നീ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വരും, അമ്മ ബിരിയാണി ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ മോൻ വന്നിട്ട് സ്വിഗ്ഗി ഓടാൻ വേണ്ടി മോൻ അങ്ങ് പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ വന്നു നമ്മുടെ ബിരിയാണി അരി ഒന്ന് കഴുകി വെക്കണം. കാരണം വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവുള്ളതല്ലേ. അങ്ങനെ ബിരിയാണി അരി ഞാൻ കഴുകിയെടുത്ത് ചോറ് ഞാനൊരു നമ്മുടെ അരിപ്പയിൽ അരി ഊറ്റാൻ വേണ്ടി വെച്ചു കൊടുത്തു. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയാവണ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ആ സമയത്ത് ഞാൻ വന്ന് വെളുത്തുള്ളി തൊലിക്കാൻ തുടങ്ങി. അപ്പോൾ വെളുത്തുള്ളി തൊലിക്കണതിന് മുമ്പേ തന്നെ പുറത്തൊരു വിളിയായിട്ട് ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാവച്ചൻ ചേട്ടൻ ഓട്ടം പോയിരിക്കണേണ് തമിഴ്നാട്, ഇന്ന് രാത്രിയൊക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നമ്മളുടെ ഇറച്ചിക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് ഒക്കെ എടുക്കുകയാണ്. ആ സമയം കൊണ്ട് അമ്മ അകത്ത് കിടന്ന അമ്മ പയ്യെ വെളിയിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുത്തു നമ്മളുടെ വെള്ളത്തിലേക്ക്. അപ്പോൾ അമ്മ പുറത്ത് പോയിട്ട് അവിടെ വന്ന് അമ്മ ഇരിക്കും കേട്ടോ കുറച്ച് നേരം. ഫോണൊക്കെ ഒന്ന് ചാർജിൽ ഇടാൻ വേണ്ടി നോക്കിയാണ്. എന്നിട്ട് വന്ന് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അരിയൊക്കെ തിളച്ച് ഏകദേശം ആയ സമയം കൊണ്ട് കറണ്ട് പോയി കൂട്ടുകാരെ. അപ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്നൊന്ന് പകച്ചു പോയി. വീഡിയോ എടുക്കണം,
ജോലി ഒക്കെ ഉണ്ട്, കറണ്ട് വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് നമ്മുടെ ചോറിന് ആവശ്യമായ സവാള ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ചോറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏലക്കയെല്ലാം വീണ്ടും ചേർത്ത് കൊടുക്കണമെന്നും, അങ്ങനെ ഞാൻ ഏലക്ക വീണ്ടും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഞാൻ വറുത്തെടുത്ത് അതൊന്ന് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചട്ടിയല്ല ചരുവം നമ്മുടെ ചോറിൻ്റെ സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ചിക്കൻ കറി ശരിയാക്കണമല്ലേ, അപ്പോൾ ചിക്കൻ കറി ശരിയാക്കാൻ വേണ്ടിയുള്ള പാത്രം എടുത്ത് ഞാൻ വെച്ചിട്ട് നമ്മുടെ ചോറൊന്ന് അപ്പുറത്തെ സൈഡ് മാറ്റിയിട്ട് ചരുവ ഇപ്പുറത്തെ സൈഡ് വെച്ച് കൊടുക്കും. എന്നിട്ട് ചരുവം ചൂടായപ്പോൾ ചരുവത്തിൽ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ എണ്ണ ഒന്ന് ചൂടായപ്പോൾ സവാള അരിഞ്ഞത് തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഞാൻ കഴുകി ഒതുക്കി അവിടെ വെച്ച് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ഞാൻ മാറ്റി വെച്ച് കൊടുത്ത് തറയിലിറക്കി മാറ്റി വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മുടെ ഉള്ളിയുടെ അടപ്പ് മാറ്റിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയിൽ ഒരു നല്ല മണമൊക്കെ ആയിരിക്കും നമ്മുടെ കറിയൊക്കെ സെറ്റായി വരുന്ന സമയത്ത്. പിന്നെ തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കും കേട്ടോ. ഈ തക്കാളിയും ഉള്ളിയും കൂടെയൊക്കെ ഒന്ന് വെന്ത് കൂടെയിട്ട് എന്ന് വിചാരിച്ചിട്ട് ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ട് വന്ന് അടപ്പ് തുറന്നപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നു. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കും. നേരത്തെ ഞാൻ ചേർത്ത് കൊടുക്കൂല കേട്ടോ, നമ്മുടെ ചിക്കൻ ഉള്ളിയൊക്കെ അടി പിടിച്ചു പോകും. അപ്പം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യണത്. കൂട്ടുകാരൊന്നിങ്ങനെ ചെയ്ത് നോക്ക്. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ചിക്കനും ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ വന്ന് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ കൂട്ടിൽ ഞാൻ കുറച്ച് നമ്മളുടെ ബിരിയാണി മസാല ഉണ്ടല്ലേ കൂട്ടുകാരെ, ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. തൈര് ഒരു 3 ടീസ്പൂൺ കണക്കിന് തൈരും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴാണ് ഉപ്പിടാൻ മറന്നുപോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം നമ്മളെ ഈ ചിക്കനിൽ. ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിലേ നമുക്ക് നമ്മുടെ ബിരിയാണി വെച്ചിട്ട് അത് ഒരു ഉപയോഗമില്ലാതായി പോകും. ചോറിന് ഉപ്പുണ്ട്, എന്നാലും നമ്മുടെ ചിക്കനൊക്കെ ഉപ്പ് പിടിക്കണ്ടേ. അപ്പോൾ ഞാനൊന്ന് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് രമ്പയിലയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. കാരണം മല്ലിയിലേക്കും പുതിനയിലേക്കൊക്കെ ഇന്ന് പോയപ്പോഴേ ഭയങ്കര വില കേട്ടാ. 100 ഗ്രാമിന് 30 രൂപയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യത്തെ മായ്ക്ക് അത് തിരിച്ചു വന്നു. അപ്പോൾ അമ്മ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം പോയി കിടക്കും കേട്ടെ. അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അമ്മയ്ക്ക് നാണം വരും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, ഞാനല്ലേ അമ്മ കുഞ്ഞിലെ അമ്മയുടെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ പാൽ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഇച്ചിരി നേരം കിടക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നപ്പോൾ നമ്മുടെ ചോറിൻ്റെ മണമൊക്കെ പറഞ്ഞിട്ട് ദം ചെയ്തതല്ല. ആ സമയത്ത് ഞാൻ ആദ്യനെ ഒന്ന് വിളിക്കും. ആദ്യം റൂമിനകത്ത് കിടപ്പുണ്ട്. ആദ്യത്തിനെ വിളിച്ചിട്ട് ഞാൻ വന്ന് സലാഡൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ആദ്യനെ വിളിക്കുകയാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ പപ്പ ഒന്ന് പുറത്ത് പോയതല്ല, അനിയത്തിര മോനെയും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കണേണ്. അപ്പോൾ ആ നേരം ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കി മാറ്റിയിട്ട് അമ്മയ്ക്കുള്ള ചോറ് ഞാൻ കോരിയെടുക്കും. അമ്മയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായി കേട്ടോ അമ്മ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. കാല് ഇങ്ങനെ എല്ല് പൊട്ടലായിട്ട് കിടന്നതല്ലേ കുറച്ച് ദിവസം കൊണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായി വന്നതല്ല. പിന്നെ ഇച്ചിരി ബിരിയാണി തിന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടുതൽ ബിരിയാണിയൊക്കെ അമ്മയ്ക്ക് ഇട്ട് പ്ലേറ്റിൽ. പക്ഷെ ഇച്ചിരി കൂടുതലായിപ്പോയി കേട്ടോ അമ്മയ്ക്ക് ചോറിട്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കൂടുതലായിപ്പോയി മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയ്ക്കുള്ള ചോറൊക്കെ എടുത്ത് അപ്പോൾ ആദ്യത്തേനെ ഞാൻ വിളിച്ച് അപ്പോൾ അമ്മച്ചിക്ക് ചോറ് കൊടുന്ന് പറഞ്ഞ് ഞാൻ ആദ്യം വന്ന് അമ്മയ്ക്ക് സലാഡൊക്കെ വെച്ച് പപ്പടമൊക്കെ എടുത്ത് അമ്മയ്ക്കുള്ള ചോറെടുത്ത് ആദ്യയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് ക്യാമറയിലോട്ട് കൊണ്ടുവരണതും ആദ്യം എൻ്റെ ചോറ് പിടിച്ചു വെച്ചിട്ട് ഒരൊറ്റ ഓട്ടം ഓടും കേട്ടോ, എന്നെ കളിയാക്കിയിട്ട്. എന്നിട്ട് പിന്നെ ആദ്യത്തേന് ചോറിടണം. അപ്പോൾ ആദ്യത്തിനുള്ള ചോറിട്ട് അപ്പോൾ ആദ്യത്തേന് തൈര് കൊടുക്കുമ്പോൾ ഇച്ചിരി മധുരം വേണം. അല്ല ആദ്യത്തേനുള്ള തൈരിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആദ്യത്തേനുള്ള
തൈരും ശരിയാക്കി ആദിത്യനും അങ്ങനെ ചോറ് കഴിക്കാൻ കൊടുക്കും. പിന്നെ എനിക്കാണ്, ഞാനുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ 3 പേരും ഇപ്പം വീട് നിലവിൽ വീട്ടിലുള്ളൂ. അപ്പം അവനും ഉള്ളത് അവനും കൊടുത്ത് അവനും അതങ്ങ് കൊണ്ടുപോയി. പിന്നെ എനിക്കുള്ള ചോറ് ഇട്ട് ഞാനും കൂടെ അവരുടെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നു ചോറല്ലല്ലേ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ പൂച്ചക്കുഞ്ഞു എന്നുള്ളൊന്ന് വിളിച്ചു കേട്ടാ. അങ്ങനെ പൂച്ചക്കുഞ്ഞിനുള്ള ആഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വന്നപ്പോൾ അനിയത്തിയുടെ മോൻ വന്നു. അങ്ങനെ അനിയത്തിയുടെ മോനും കൂടെ ചോറ് കൊടുത്ത്. അപ്പോൾ ഇത് അനിയത്തിയുടെ മോൻ്റെ കൂടെ വന്നൊരു മോനാണ്. ആ മോന് ഇത്ര നിർബന്ധിച്ചിട്ട് ആ മോൻ ചോറ് കഴിച്ചില്ല. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ ഞങ്ങൾ പുറത്തിരുന്നപ്പോൾ ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവൾക്ക് തലമുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്ത് കരിയൊക്കെ വരഞ്ഞു കൊടുത്ത് ചുണ്ടിൽ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഇനി പപ്പയ്ക്കും അമ്മയ്ക്കും ചായ ഇടണം. അങ്ങനെ അവർക്ക് പോയി ചായ ഇട്ട്. പപ്പയ്ക്ക് ഇത്തിരി കടുപ്പം കൂടുതലും മധുരം കുറച്ചും മതി കേട്ടോ. അമ്മയ്ക്ക് ഷുഗറിൻ്റെ ഇതുള്ളതുകൊണ്ട് അമ്മയ്ക്ക് മധുരം വേണ്ട. അങ്ങനെ അവർക്കുള്ള ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ആദ്യം അവർക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്, അതിനുശേഷം നമുക്കുള്ള ചായ നമ്മൾ ഇടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പപ്പയ്ക്കും അമ്മയ്ക്കും കൂടെ കൊണ്ടുവന്ന് പുറത്തുകൊണ്ടുവന്ന് ചായ കൊടുത്തപ്പോഴേ പപ്പ പറയുന്നത് ഗ്ലാസ് നിറഞ്ഞു പോയി, ഇത്രയും ചായ എനിക്ക് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും ചായ വേണ്ടെങ്കിൽ പിന്നെ എന്തിനു കുടിക്കണത്, പപ്പ കുടിയപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ അവിടെ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അകത്ത് പോയി ഞങ്ങൾക്കുള്ള ചായ റെഡിയാക്കി കൊണ്ട് വെളിയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് കുടിക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ചായ കുടിക്കുക ഇത്തിരി വിഷമമാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ചായ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് ചായ ഗ്ലാസ് അവിടെയും വെച്ചിട്ട് തുണികൾ പറക്കാൻ വേണ്ടി പോയാട്ടെ. എന്നെ സഹായിക്കാൻ വന്നതാണ് കേട്ടാ. അങ്ങനെ പോയി തുണികളൊക്കെ പറക്കി കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് അവിടെ ഇരുന്ന ആ ചായയുടെ ഗ്ലാസ്സിന് തട്ടിത്തറയിട്ട് എന്ന് വെച്ചാൽ ചായ കുടിക്കണ്ടല്ലേ ഇനി കുഞ്ഞാറ്റയ്ക്ക്, അതിന് വേണ്ടി അങ്ങനെ തട്ടി ചായ കമത്തിയിട്ട് വീണ്ടും പോയി തുണി എടുത്തുകൊണ്ട് വന്ന് അകത്ത് കൊണ്ടുപോവാണ്. ഇനി വലിയമ്മേരെ മടിയിൽ വെച്ചെന്നാൽ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് റൂമിനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് വരണ വഴിക്ക് അവളെ പുറകീന്ന് ആദിത്യ ഓടി വന്ന് അവളെ ഒന്ന് അമിക്കൊക്കെ ഒന്ന് പിടിച്ചു. അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാരണം 5 ആൺപിള്ളേർക്കും കൂടെ ആയിട്ട് ഒരു പെൺകുട്ടിയേ ഉള്ളൂ അനിയത്തിയായിട്ട്. അതുകൊണ്ട് അവളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഒരുപാട് നമ്മളുടെ മക്കളുടെയൊക്കെ വയസ്സിനേക്കാൾ ഒരുപാട് പ്രായം കുറവാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക്. അപ്പോൾ അവൾ തുണിയെല്ലാം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് വാരി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതൊന്നും ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കണതൊന്നും അറിയാതെ ആദ്യം അവിടെ നിന്ന് പപ്പയുടെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ തമാശയൊക്കെ പറയാണ്. അപ്പോൾ അവൾ അകത്ത് തിരിച്ചു വന്ന സമയത്ത് ഞാൻ പയ്യെ പറഞ്ഞു, ആദിച്ചേട്ടനെ ഒന്ന് മാന്തെന്ന് പറഞ്ഞ് അവൾ പോയി അതിന് തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ പറയാണ്, ഇതാ ക്യാമറ ഓണാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞത് ആദ്യം ഒരു ഒറ്റ ഓട്ടം വീട്ടിനകത്തും. അത് കഴിഞ്ഞ് രാത്രി 8 മണിയൊക്കെ ആയി. പപ്പയും അമ്മയും അനിയത്തിലെ മക്കളും കൂടെ ആയിട്ട് അങ്ങ് വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ടു. അപ്പം കുറച്ച് ദിവസമായില്ലേ. അപ്പം ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സി യു.